പിച്ചക്കാരനൊരപ്പൂപ്പൻ പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാൽ പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുഴക്കയിൽ ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊതി തോന്നി. അപ്പം ചുടുവാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ചക്കര ചേർത്ത് കലക്കിയിട്ട് ചൂട് പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. അത് കണ്ട അമ്മൂമ്മക്ക് പെട്ടെന്ന് അരിശം മൂത്തു. പെട്ടെന്ന് ആര് പറഞ്ഞു രണ്ടപ്പം കയ്യിലെടുക്കാൻ മൂപ്പിന്ന്? അമ്മയുടെ കയ്യിലിരിക്കട്ടെ, അക്കൊതി മനസ്സിലിരിക്കട്ടെ. അമ്മയുടെ കൊതിയെത്തി കുമ്പ കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവി അപ്പൂപ്പൻ. ചീപ്പു കയറ്റോ ഞാനല്ലേ, അപ്പം ചുട്ടോ ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചാൽ അമ്മൂമ്മ. അപ്പൂപ്പൻക്കൊരു തൊയ് കിട്ടി, അമ്മൂമ്മക്കൊരു കടി കിട്ടി. നല്ലൊരു പൊൻവഴി കണ്ടെത്തി കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം മിണ്ടാതെ കുത്തിയിരിക്കാൻ രണ്ടാക്കും. ആദ്യം മിണ്ടിയ കൊച്ചപ്പം, മറ്റേ ആൾക്കോ രണ്ടപ്പം. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വിട്ടുവരാതെ രണ്ടാളും മിണ്ടാതങ്ങിരിപ്പായി. കൂവൻ കൂവി ഉറങ്ങിയിട്ടും സൂര്യൻ ചാനും മറഞ്ഞിട്ടും ഇരുവരും ഒന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ പുലിവാലാവില്ലേ. പെട്ടെന്നുള്ളിൽ അടുക്കളെ മ്യാവ് മ്യാവ് വിളി കേട്ടു. അയ്യോ അയ്യോ, പൂച്ച ചത്തല്ലോ. ആദ്യം മിണ്ടിയ അമ്മൂമ്മ അയ്യോ മണ്ടി തോട്ടല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ നാവും മക്കി നുണച്ചിട്ട് ഉണ്ടക്കണ്ണ് മുഴിച്ചിട്ട് ജനലും ചാടി മറിഞ്ഞപ്പോൾ കണ്ടം പൂച്ച കരിമ്പൂച്ച ഒയിന്ന കൊട്ടയിൽ നോക്കിയിട്ട് ഒറ്റവയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ് പിരിച്ച് കിടക്കാനായി.